ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ വെറുതെ ഒരു വീഡിയോ എടുത്താണ് ഗൈസ്. അപ്പോൾ വലിയ കാര്യങ്ങളും ചലഞ്ചും കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. സനുത എത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ഓർമ്മയില്ല. ആ ഗൈസ്, എൻ്റെ ചെറുപ്പത്തിലെ ഡ്രസ്സാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ഓട്ടായി പോയി. ഇതാണ് പ്രസവിച്ച പാടുള്ള അമ്മ പറഞ്ഞേ. ഇതാദ്യമുള്ള ഗൈസ്, എല്ലാം കൂടി ഹോൾസൊക്കെ വന്നു പോയിട്ടുണ്ട്. എന്ത്, ഞാൻ ആദ്യം ചെറുപ്പത്തിലെ വിഷക്കാരനായിരുന്നു അല്ലേ. സനുവിന്റെ അടുത്ത് സനുവിന്റെ ഒന്നും ഇല്ല ഗൈസ്, അവളെ ദത്തെടുത്താണ് ഗൈസ്, ദത്തെടുത്താണ് ഗൈസ്. ഇപ്പൊ എനിക്ക് മനസ്സിലായില്ല, ദത്തെടുത്താണ്. അമ്മ ഇവിടെ ഉണ്ട് ഗൈസ്, നല്ല രസമുണ്ടല്ലേ അമ്മ. ഇതെങ്ങനെ അമ്മ ഇവിടെ ദത്തെടുത്തല്ലേ, അതുകൊണ്ടല്ലേ സംഭവം ഇവിടെ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ചലഞ്ചും കാര്യങ്ങളൊന്നുമില്ല. അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്ന. സാനു പോകണ്ട, സാനു പിന്നെ സ്ഥലത്തും പോകില്ല, അമ്മ പോകുന്നല്ലേ. അപ്പോൾ ചലഞ്ചിന് സമയമില്ലല്ലോ. എല്ലാവരും ഓർമ്മകൾ എന്തെങ്കിലും ഓർമ്മക്ക് ഉണ്ടോ? സനുവിൻ്റെ ഓർമ്മക്ക് എന്തെങ്കിലും ഉണ്ടോ? എന്ത് ചെറുപ്പത്തിൽ എങ്ങനെ കൺവെൻഷൻ ഞാൻ തേച്ച എന്തോ സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരത്തെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. ദത്തെടുത്താന്ന് പറഞ്ഞേക്കമ്മേ. അതല്ലൊരു ചോദ്യം ചോദിക്ക് സാധനം അങ്ങോട്ട്, ഒരു ദത്ത് പുത്രിന്റെ ചോദ്യം. അപ്പൊ എന്റെ ഗൈസ്, ദത്തുപുത്രി എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ നേരെ ഇനി അമ്മേന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. അമ്മേനെ കൊണ്ടാക്കാൻ ഞാനാവും കേട്ടാ. ഇനി പോണ്ട. സനുവിന് വലിയ പിടുത്തൊന്നുമില്ല കേട്ട ഗൈസ്, കെട്ട ഗൈസ്. സനുവിന് വലിയ പിടുത്തില്ല. എന്തെങ്കിലും പിടുത്തില്ല. വണ്ടി ഓടിക്കുന്ന വലിയ പിടുത്തില്ല. അമ്മേനെ കയറ്റിട്ട് ഒക്കെ പോകാനാവില്ല ഗൈസ്. അതേപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയെല്ലാം ഒന്ന് കാണിച്ചു തരാം. അമ്മ വേഗം മാറ്റിയിട്ടു ഗൈസ്. അല്ല, അമ്മ മാറ്റിയിട്ടു അമ്മേ. എന്താ തന്നെ എല്ലാത്തിനും അക്ഷരത്തെറ്റാണ് ഗൈസ്. നമ്മള് പച്ചക്കറി എല്ലാം ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ സനോ, ഒന്ന് വായടക്കി വെക്ക് ഗൈസ്. ഇതാ എല്ലാ പച്ചക്കറിയും നല്ല സുന്ദരന്മാരായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. പയറിൽ നിൽക്കുന്ന നോക്ക്, അതിന്റെ ഒരു ഉന്മേഷം നോക്ക് സനോ. ഇവിടെ കരുനാക്ക് വളച്ചൊന്നും പറയാതെ. അപ്പോൾ ഇത് ഗൈസ് എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അവിടെ 2 കുഴിയുടെയും കുഴിക്കണം. സനു നമ്മളെപ്പാടെ സനു ഇനി ചലഞ്ചൊക്കെ സെറ്റാക്കുക. അമ്മ ഇന്ന് വരുന്നതെങ്കിൽ നമ്മൾ നൈറ്റ് എന്താ ചലഞ്ച് സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ അമ്മ എന്താ അമ്മേൻ്റെ വീട് വരെ പോയിട്ട് വരുന്നു. ഞാനും പോകുന്നുണ്ട്. അപ്പോൾ ആഴത്തേക്ക് പോകുന്നതും വരുന്നതായിട്ടുള്ള ചില വ്ളോഗുകളൊക്കെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ എന്താ ഡ്രസ്സൊക്കെ ഒന്ന് ഇത് ചേഞ്ച് ചെയ്യണം. ഹലോ, എന്ത് കണ്ടാൽ തന്നെ ഒരു കൂറ ലുക്കാണ്, അല്ലെങ്കിലേ ഒരു ലുക്കാണ്. അത് പൈസക്ക് ഉണ്ട്. അപ്പോൾ ഗൈസ് എന്താ ഒന്ന് പാൻറ് ഇടട്ടെ, ഇട്ട് 3/4 ഇട്ടെ. പേന്റുകളൊന്ന് വാടക്കൊക്കെ ഇത് തുറന്നു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഇപ്പൊ ഉള്ള വീഡിയോന്റെ അകത്ത് ഭയങ്കര ആക്റ്റീവ് സാധനം എന്തെല്ലോ കണകണാന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എന്താ അമ്മ ഡ്രസ്സ് മാറ്റുന്നുണ്ട്. ഇനി ഞാനും ഒന്ന് എന്താ പാൻറ്റെല്ലാം ഇട്ട് സെറ്റായിട്ട് വരുന്നു ഗൈസ്. എന്ത് മാറ്റിയാലും ഇത് തന്നെ. അപ്പൊ ഒന്ന് മാറ്റിട്ട് വരാം. അമ്മ ഇറങ്ങാണ് ഗൈസ്. സനോ അമ്മ ഇറങ്ങാണ്. പോവാ. മഞ്ഞൾ പ്രസാദ് എടോ ചാർലി, അമ്മ പോന്നാതെ വാ അമ്മേ. എല്ലാ കെട്ടുമെല്ലാം പെറുക്കിയെടുത്ത് അങ്ങേ കൊണ്ടുപോകാൻ തോന്നുന്നു. അമ്മ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോയിട്ടുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താ സനു? നമുക്കറിയാം. ബ്രെഡ് 2 കൈ തന്നിട്ട് എന്താന്ന് മനസ്സിലായില്ല. 2 പ്ലേറ്റിലേക്ക് 2 ബൾബ് അല്ല 2 ബ്രെഡ് എടുത്ത് വെക്കുക. എന്നിട്ട് കൈ 2 ബേക്ക് കെട്ടുക. ആയിക്കില്ലടാ, റൂള് പറഞ്ഞു കൊടുക്കട്ടെ. കൈ 2 ബേക്ക് കെട്ടുക. എന്നിട്ട് ഈ ബ്രെഡ് എടുത്ത് കഴിക്കുക. ഏറ്റവും സ്പീഡിൽ ആരാ കഴിക്കുന്നതെന്നാണ്
സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒറ്റ ബ്രെഡ് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ ബ്രെഡ് കഴിക്കുന്നവർക്കുള്ള പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. എത്രയായിരിക്കും? 500. ഇന്നത്തെ പ്രൈസ് 100 രൂപയുടെ ചലഞ്ചാണ്. ഇന്നത്തെ സ്പോൺസർ ചെയ്യുന്നത് ഗോകുൽ. കയ്യടി കയ്യടി ഇതെന്താ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമ്മളെ കൊല്ലത്തേക്കുള്ള ഏറ്റവും അവസാനത്തെ വീഡിയോ ആണ്. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ. ഞാനുണ്ട്. ഞാൻ ബ്രേറ്റ് എടുത്തില്ലേ വന്നേ. അപ്പോൾ ഇവരോട് കൂടി തന്നെ ഞാനും മത്സരിക്കുന്നുണ്ട്. ഇന്നത്തെ ചലഞ്ചിന്റെ അകത്ത് 100 രൂപ കിട്ടുവാണെങ്കിൽ ഞാൻ എടുത്തു. കഴിഞ്ഞ ദിവസം അമ്മ എടുത്തുണ്ട് വേണ്ടിട്ട്. അമ്മ ഒരു സ്വപ്നം കണ്ടിട്ട് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം അമ്മ ജയിച്ചതിനോട്ട് 100 രൂപയ്ക്ക് ജയിക്കുന്നതാണ് ഞാൻ ജയിച്ചു പോകും. നമ്മളെ എന്താ പറയാ, ഇനി എന്തെന്നാ ഇത് മാത്രമാണ് ചലഞ്ച്. ഇതിന്റെ അകത്ത് എക്സ്ട്രാ ചലഞ്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ നേരെ പോവാല്ലേ. മാറ്റും ഒന്നും പറയണ്ട. നിങ്ങൾ രണ്ടാളും ഇവിടെ മൂത്ത രണ്ടാളും നിൽക്കുന്നത് ഞാൻ റെഡി. കൈ രണ്ട് ബാക്ക് കാണുന്നില്ല, ഇവിടെ കെട്ടിയാലും മതി. ഫ്രണ്ടിലാകുന്നവരും പെട്ടെന്ന് കഴിയും എടുത്ത്, ബാക്കിലാകുന്നവരും കുറച്ച് കഷ്ടപ്പെട്ടു. എനിക്ക് വയറിലാണ് കൊണ്ടാക്കാനാ കിട്ടുന്നത്. അത് സാരമില്ല. അമ്മ എന്താ അവർ റെഡി പോവാ. റെഡി 1 2 3 സ്റ്റാർട്ട്. അതൊന്നല്ല, ഇങ്ങൊന്നും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. അമ്മ വിടുന്നില്ല, ഇങ്ങനെ നോക്കുക. ഇല്ല എന്നിട്ട് ഇവിടെ പിടിച്ചിങ്ങനെ നോക്കുക, എത്തുന്നില്ല. ഒരു ബ്രെഡിന്റെ ഇത്രയും ഭാഗം ഇതൊക്കെ ഒന്നിച്ചില്ല. കുറഞ്ഞൊരു ഭാഗം മാത്രം ഭാഗത്താക്കി ബാക്കിയൊന്നും നമുക്ക് എത്തിക്കില്ല. വേറെ പിടിച്ച് ആ ചിരിച്ചുകൊണ്ടിരിക്കില്ല. ഇത്രയും ഭാഗം മാത്രമാണ് അമ്മ കഴിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ ചാനൽ അത് വിജയിച്ചിട്ടുള്ള ഞാനാണ്. ഇന്നത്തെ ചാനലിന്റെ അത് വിജയിച്ചിട്ടുള്ള അമ്മ. ഇതാ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അമ്മക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണ്ടേ? നമ്മള് കഴിഞ്ഞ ദിവസം എല്ലാം പറഞ്ഞെങ്കിൽ തോക്കുന്ന ആൾക്കാർക്ക് പണിഷ്മെന്റ് കൊടുക്കുന്നത്. അമ്മ ഇന്ന് തീരെ കഴിച്ചിട്ടില്ല. കാരണം അമ്മക്ക് പ്ലേറ്റിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മക്ക് ഇന്ന് എത്തുന്ന സ്ഥലത്ത് നമ്മൾ ഇന്ന് ബ്രെഡ് വെച്ചു കൊടുക്കാൻ പോവാണ്. ഒരു ബ്രെഡ് എടുക്കുന്നത് നമ്മള് അമ്മേന്റെ കണ്ണടയും വരെ കണ്ണും വരെ വെച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നേരെ വായിലേക്ക് ആക്കുന്നത്. അതാണ് ഇന്ന് അമ്മക്കുള്ള പണിഷ്മെന്റ്. ഒന്ന് 3 പ്രാവശ്യം. ഓക്കെ, ഇത് അമ്മ ജയിക്കുന്നതാണ്. 100 രൂപേന്റെ വീട്ടിൽ തന്നെ ഒരു 100 രൂപയുടെ കൊടുത്തിട്ട് അമ്മക്ക് കൊടുക്കുന്നതായിരിക്കും. അല്ല, ഇത് ഒരു 100 അമ്മക്ക് കൊടുക്കുമെന്നിരിക്കുന്നത്. പോയി ഒരു ചെറിയ പീസ് കൂടി എടുത്ത് വെച്ചോ. വായല്ല, ഒരു പീസ് കൂടി നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇന്നത്തെ വിജയ് സനുവാണ്. കൈയടിക്കാമേ, കയ്യെങ്കിലും അടിച്ചു കൊടുക്കാമേ. അമ്മ ഇന്ന് കിക്കില്ല മൊത്തം പൈസ. അപ്പൊ ഇന്ന് വിജയിച്ചിട്ടുള്ള 2 കൈയുടെ അല്ലാതെ കൈ ഇവിടെ വെച്ചിട്ട് ഒന്ന് കൊടുക്കണം. ഞാൻ കാണിച്ചോട്ടെ. ഇന്നത്തെ ഈ വർഷത്തെ അവസാനത്തെ ചലഞ്ചാണ്. അപ്പോൾ ഇനി വരുന്ന വർഷം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലത്തെ കിടിലൻ ചലഞ്ചായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. സിമ്പിളായി എന്താ എല്ലാ വർഷവും അടിക്കുന്ന പോലെ തന്നെ കാട്ടച്ചാളി ഈ വർഷം അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വർഷം കാണാനും പറയും. അതല്ല, ഇനി ഇത് നമ്മൾ ചെയ്ത വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ വെറുതെ ചെയ്തതാണ്. എന്നാൽ ഈ വർഷത്തെ ഒരു അവസാനം ഒരു വീഡിയോ ചെയ്യാൻ നമ്മ പറഞ്ഞു, അതുകൊണ്ട് മാത്രം ചെയ്ത. അപ്പോൾ വലിയ രീതിയിലുള്ള വീഡിയോ ഒന്നല്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.